ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ്, ഇന്ത്യ അമേരിക്ക രണ്ടുപേർക്കും ഇടയിലുള്ള ട്രേഡ് ഡീൽ. അപ്പം നമുക്ക് പ്രധാനമായിട്ട് ട്രേഡ് ഡീല് ഓക്കെ ആയി കിട്ടേണ്ടത് അത്ര അത്യാവശ്യ കാര്യമല്ല. പക്ഷേ ഈ വരുന്ന 9th എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ബേസ് ലൈൻ താരിഫ് 10% നിലവിലുള്ള അവസ്ഥയിൽ തന്നെ അതിനു മുകളിൽ 26% കൂടി നമ്മൾ റെസിപ്രോക്കൽ താരിഫ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഏപ്രിൽ മാസം. അപ്പോൾ അതിനെ തുടർന്ന് സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ തകിടം മറിയുകയും പല രീതിയിലുള്ള പ്രതിസന്ധികൾ വരികയും ചെയ്ത ഉടനെ ഡൊണാൾഡ് ട്രംപ് ഇതിനെ ഒരു 90 ദിവസത്തേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്ത് വെച്ചിരുന്നു. അതായത് മുന്നോട്ട് നീക്കി വെച്ചിരുന്നു. ഒരു 90 ദിവസത്തേക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല, 90 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പരിഗണിക്കാമെന്നാണ് പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ ആ 90ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഈ വരുന്ന ജൂലൈ 8-ാം തീയതിയോടെ അവസാനിക്കും. അപ്പോൾ 9-ാം തീയതി മുതൽ നമുക്ക് 26% താരിഫ്, അതായത് ബേസ് ലൈനിന് മുകളിൽ 26% നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റി വയ്ക്കുന്ന സാധനത്തിന് കൂടുതൽ കൊടുക്കേണ്ടി വരും. നമ്മളല്ല കൊടുക്കേണ്ടത്, ശരിക്കും നമ്മളുടെ പ്രോഡക്റ്റിന് അമേരിക്കയുടെ ഉള്ളിൽ വില ഉയരും, വില വർധനം ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു സാധനം കയറ്റി അയക്കുന്നു 100 രൂപയ്ക്ക്, ആ സാധനം അമേരിക്കയിലേക്ക് പോകുമ്പോഴത്തേക്കും 26% അധികം കൊടുത്ത് അവിടുത്തെ ജനങ്ങൾ മേടിക്കേണ്ടി വരും. അതാണ് സാഹചര്യം. അപ്പോൾ അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? സ്ലോലി നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇറക്കുമതി അവർ കുറയ്ക്കാൻ തീരുമാനിക്കുന്നു. മനസ്സിലായി? ഒരു കൺട്രോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിന് അവിടെ ബദലായിട്ട് അവിടെ പ്രോഡക്ട്സ് വേണം. അവിടെ ബദലായിട്ട് പ്രോഡക്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ നടക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. വരുന്ന 9-ാം തീയതി, വരുന്ന ജൂലൈ 9-ാം തീയതി, ഇനി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 24 to 48 hours, ഈ ഇത്ര സമയമേ ഉള്ളൂ. ഈ സമയത്തിനുള്ളിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു താരിഫ് ഡീലിൽ എത്തണം. അങ്ങനെ ഒരു താരിഫ് ഡീലിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ 26% നമുക്ക് അധികം, അതായത് 10% + 26, അങ്ങനെ 36% ഇന്ത്യൻ പ്രോഡക്ട്സിന് നികുതി വന്ന് വീഴും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇന്ത്യൻ ടീം അമേരിക്കയുടെ ഉള്ളിൽ പോയിട്ട് ഇരുന്ന് നെഗോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നെഗോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ ടീം ഇന്നലെ ഇന്ത്യയിലേക്ക് മടങ്ങി എത്തുകയാണ് ചെയ്തത്. ഇതുവരെ ഒരു രീതിയിലുള്ള ഡീലും പ്രൊപ്പോസ് ചെയ്യപ്പെട്ടിട്ടില്ല. അമേരിക്കയുടെ സൈഡിൽ നിന്നും ചെറിയ രീതിയിലൊരു ഡീലൊക്കെ പ്രൊപ്പോസ് ചെയ്യാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതായത് ഒരു മിനി ഡീൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഡീൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതും തന്നെ ഡൊണാൾഡ് ട്രംപ് എപ്പോഴെപ്പോഴും പത്രസമ്മേളനത്തിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീൽ പെട്ടെന്ന് തന്നെ ഓക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആയിട്ട് വേണമെങ്കിൽ ഒരു ഡീൽ പ്രൊപ്പോസ് ചെയ്തേക്കാം. പക്ഷേ അതിനകത്ത് പരമാവധി വിഷയങ്ങളൊന്നും ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ സ്പെയർ പാർട്സുകളെ കുറിച്ചും അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിലും നമുക്ക് നല്ല രീതിയിലുള്ള പ്രതിസന്ധി അമേരിക്കയുമായിട്ടുള്ള നെഗോസിയേഷനിൽ നടക്കുന്നുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അമിക്കബിളി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അമേരിക്ക 45 to 50 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. നമ്മൾ 101 ബില്യൺ ട്രേഡാണ് പെർ ഇയർ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടത്തുന്നത്. ഈ ഒരു 45 to 50 ബില്യൺ US$ ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് 5 വർഷം കഴിയുമ്പം ഒരു $500 ബില്യൺ ആയിട്ട് നമ്മളുടെ ട്രേഡ് മാറുമ്പോഴത്തേക്കും, ആ വോളിയമിലേക്ക് മാറുമ്പോഴത്തേക്കും ഈ ട്രേഡ് ഡെഫിസിറ്റ് വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അമേരിക്കയ്ക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്തത്ര നഷ്ടമാണ് എന്നാണ് ട്രംപിന്റെ വാദം. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, അമേരിക്ക ഒരു ഡെവലപ്ഡ് കൺട്രിയാണ്, ഒരു ഡോളർ ബേസ്ഡ് എക്കോണമിയുള്ള രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രോയിങ് സ്റ്റേജിൽ ഇരിക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങളെയൊക്കെ ഈ രീതിയിൽ ഉപദ്രവിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ വളർച്ച അത് തന്നെയാണ് ട്രംപിന്റെ കണ്ണുകടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അതിലുപരിയായിട്ട് വേണമെങ്കിൽ അമേരിക്കൻ വ്യൂ പോയിന്റിൽ നോക്കുമ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച് ഇന്ത്യയെ പോലും മുട്ടുകുത്തിച്ച് ട്രേഡ് പോളിസിയിലേക്ക് കൊണ്ടുവന്ന് ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ട്രംപ് എന്നുള്ള ഒരു പ്രതിച്ഛായ പുള്ളിക്ക് നേടിയെടുക്കാൻ സാധിക്കുമായിരിക്കാം. അതിലെല്ലാം ഉപരിയായിട്ട് ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് ഡെവലപ്ഡ് നേഷനായിട്ട് നിൽക്കുന്ന, ലോകത്ത് പല സംഗതികളെയും കൺട്രോൾ ചെയ്യുന്ന, ലോകമെമ്പാടും മിലിറ്ററി ബേസുകൾ വെച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള ആൾക്കാർക്ക് ആയുധങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയെ പോലെ അല്ല ഇന്ത്യ. ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയുടെ GDP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 3 to 4 ട്രില്യൺ റേഞ്ചിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പം ഇന്ത്യക്കുള്ളിലുള്ള മാസീവ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഇതൊക്കെ കൺസിഡർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനത്തെ ഒരു നയം ഇന്ത്യയോട് എടുക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ എന്നാലും പുള്ളിയുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തോ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, ഇന്ത്യയോടുള്ള ട്രേഡ് മാത്രം നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന് പുള്ളി ധരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള നയങ്ങളൊക്കെ പുള്ളി എടുത്തുകൊണ്ട് വരുന്നത്. അഗ്രികൾച്ചർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ധാരണയിൽ എത്താൻ പറ്റാത്തത്. കാരണം അഗ്രികൾച്ചറിൽ അവർ മെയിനായിട്ട് അമേരിക്ക ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ചൈന ഇപ്പോൾ സോയാബീൻ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നില്ല, അവർ നേരെ മറിച്ച് ബ്രസീലിന്റെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്. പിന്നെ സോയാബീൻ ആണെങ്കിൽ ഇന്ത്യക്കുള്ളിൽ നല്ല രീതിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബീഹാർ മേഖലയിലൊക്കെ നമ്മൾ സോയാബീൻ കൾട്ടിവേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഒരുപാട് കൃഷിക്കാർ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്, ഉപജീവന മാർഗം നടത്തുന്ന ആൾക്കാരാണ് ഇന്ത്യക്കുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് സോയാബീൻ അങ്ങനെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് നമ്മൾ ഇറക്കത്തില്ല. ചൈന അമേരിക്കയിൽ നിന്ന് മേടിക്കാതെ മാറ്റി നിർത്തിയ സോയാബീൻ ഇന്ത്യയുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമമാണ് ട്രംപ് ഒരു സൈഡിൽ കൂടെ നടത്തുന്നത്. ഞങ്ങൾക്ക് സോയാബീൻ വേണ്ട എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം, അങ്ങനെ സോയാബീൻ ഇന്ത്യക്കുള്ളിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഇന്ത്യക്കുള്ളിലുള്ള കർഷകരെ ബാധിക്കുന്ന വിഷയമാണ്. രണ്ടാമത് പറഞ്ഞത് എത്തനോൾ, അതായത് ഈ എത്തനോൾ എന്ന് പറയുന്നത് ഇന്ത്യക്ക്
ഇന്ത്യക്കുള്ളിൽ തന്നെ ഈ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അതുപോലെ തന്നെ ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്. ഒരുപാട് കർഷകർ ആ ഒരു മേഖലയിലുണ്ട്. ഈ ഷുഗർ, കോൺ ഇതേപോലത്തെ പ്രോഡക്റ്റിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ എത്തനോൾ ഇന്ത്യക്ക് ഗ്രീൻ എനർജിക്ക് വളരെയധികം സഹായകരമാകുന്ന രീതിയിൽ പെട്രോളിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഇപ്പം എത്തനോൾ മിക്സ്ഡ് പെട്രോൾ ആയിട്ട് തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ആ ഒരു പ്രോഡക്റ്റും കൂടി മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യ എത്തനോളും ഇറക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യ എത്തനോൾ ഇറക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം ഇവിടെ ഇൻസൈഡ് ഉള്ള കർഷകരെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് എത്തനോൾ വേണ്ടെന്ന് പറയുന്നത്. അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക കോൺ ഇറക്കുമതി ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അമേരിക്കയിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനമാണ് കോൺ. ഈ കോൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ ജനറ്റിക്കലി മോഡിഫൈഡ് കോൺ ആണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് കോൺ അല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ ആ രീതിയിലുള്ള കോൺ കൃഷി ചെയ്യുന്നുമില്ല. അപ്പൊ ഈ കോൺ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടി ഈ കോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലുള്ള 5 പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളെ ഇത് ബാധിക്കും. അതുകൊണ്ട് 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മധ്യനിരയിൽ കിടക്കുന്ന ഇന്ത്യയിലെ സെൻട്രൽ പൊസിഷനിൽ കിടക്കുന്ന സ്റ്റേറ്റുകളെല്ലാം തന്നെ ഈ കോൺ ഇറക്കുമതി ചെയ്യുന്നത് ബാധിക്കും. കോണിന്റെ വില ഇടിയും. വില ഇടി കഴിഞ്ഞാൽ ആ 5 സ്റ്റേറ്റുകളിലുള്ള ആൾക്കാരും കൂടി കഞ്ഞുകൂടി മുട്ടുന്ന പ്രവൃത്തിയാണ് ഈ കോൺ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പ്രോഡക്ട്സ്, ഡയറി പ്രോഡക്ട്സും അമേരിക്കയിൽ നിന്നും കൂടുതൽ, പാൽപ്പൊടി, പാൽ ഉൽപ്പന്നങ്ങൾ, ഇതേപോലത്തെ പാലിന്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കുള്ളിൽ ഇറക്കുമതി ചെയ്യുന്നതിന് 60% താരിഫ് നമ്മൾ ആ പ്രോഡക്ട്സിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഈ ഡയറി പ്രോഡക്ട്സിനൊക്കെ. അതിന് അമേരിക്ക അതും കൂടി ആ ഒരു താരിഫ് കട്ട് ചെയ്ത് അവരുടെ ആ ഡയറി പ്രോഡക്ട്സ് ഇന്ത്യക്കുള്ളിൽ വളരെ ഈസി ആയിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഈ 4 വിഷയങ്ങളിലാണ് അഗ്രികൾച്ചറിൽ പ്രശ്നം നടക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ട് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ നിൽക്കുന്ന തർക്കം. ഈ മെക്കാനിക്കൽ ഓട്ടോ സ്പെയർ പാർട്സുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാമെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 45 മുതൽ 50 ബില്യൺ US$ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പകരമാണ് നമ്മൾ ഡിഫൻസിലെ കുറച്ച് പ്രോഡക്ട്സ് മേടിക്കാന്ന് പറഞ്ഞത്. അപ്പൊ അത് ഒരു വർഷത്തേക്കുള്ള ഡെഫിസിറ്റ് ആണ് ആ എമൗണ്ട്. എല്ലാ വർഷവും ഇന്ത്യ ഇങ്ങനെ ഡിഫൻസ് പർച്ചേസ് നടത്തൂലല്ലോ. അപ്പൊ മാസീവ് ആയിട്ടുള്ള പർച്ചേസ് വേണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ആ മാസീവ് ആയിട്ടുള്ള പർച്ചേസ് നമുക്ക് നടക്കത്തില്ല. പ്രധാനമായിട്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നത് F-35 തന്നെയാണ്. F-35ക്ക് ഇന്ത്യ ഒരിക്കലും ഓക്കെ പറഞ്ഞിട്ടില്ല. അത് അടുത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ ഈ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം വരുന്നുണ്ട്. ഈ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഉക്രൈന് അമേരിക്കയ്ക്ക് ആയുധം കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പം പുതുതായിട്ട് ലിൻഡ്സേ ഗ്രഹാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ കോൺഗ്രസിലെ സെനറ്ററാണ്. ഈ സെനറ്റർ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അത് റഷ്യക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നത് ചൈനയും ഇന്ത്യയുമാണ്. കാരണം ഏറ്റവും കൂടുതൽ എണ്ണ റഷ്യ എടുത്ത് മേടിക്കുന്നത് ഇന്ത്യയും ചൈനയുമാണ്. എന്നാൽ ഈ 2 രാജ്യങ്ങളും ഉക്രൈന് ഒരു രീതിയിലുള്ള സഹായങ്ങളും ചെയ്യുന്നില്ല. യെസ്, ഒബ്വിയസ്ലി നമ്മൾ ചെയ്യത്തില്ല. കാരണം റഷ്യ ഇന്ത്യയുടെ ഡിഫൻസ് പാർട്ട്ണർ, അതേപോലെ തന്നെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ട്രേഡ് സഹകരണത്തിലുള്ള രാജ്യമാണ് റഷ്യ. അതുപോലെ തന്നെ ചൈനയ്ക്കും റഷ്യ തന്നെയാണ് പ്രാധാന്യം, അല്ലാതെ ഒരിക്കലും ഉക്രൈൻ അല്ല. അപ്പൊ ചൈനയും ഇന്ത്യയും പ്രത്യക്ഷത്തിൽ ഉക്രൈനെതിരെ തന്നെയാണ് റഷ്യയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യക്കുള്ളിൽ 100 ലിറ്റർ ക്രൂഡ് ഓയിൽ വരുന്നെങ്കിൽ അതിൽ 44 ലിറ്റർ റഷ്യയുടെയാണ് കോൺട്രിബ്യൂഷൻ. അതായത് 44% നമ്മൾ റഷ്യയുടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ക്രൂഡ് ഓയിൽ. അതേസമയം നമ്മൾ റഷ്യയുടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റഷ്യയുടെ 80% ഓയിലും റഷ്യ കയറ്റുമതി ചെയ്യുന്ന 80% ഓയിലും ഇന്ത്യക്കുള്ളിലാണ് കയറ്റി അയക്കുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. ലിൻഡ്സേ ഗ്രഹാം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ബില്ലാണ് പാസ്സാക്കിയത്. ആ ബില്ലിൽ 500% താരിഫ് ഇന്ത്യക്കും ചൈനയ്ക്കും കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ അവർ തന്നെ പറയുന്നുണ്ട്. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ അടുത്ത് ഓയിൽ മേടിച്ച് ബെനിഫിറ്റ് നേടുന്ന, സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ അതിൽ നിന്നും ഒരു വിഹിതം ഉക്രൈന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉക്രൈന് പണമായിട്ടോ ഗിഫ്റ്റായിട്ടോ ആയുധങ്ങളായിട്ടോ സപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാണ് അവരുടെ ആവശ്യം. അതായത് ഈ ഒരു ട്രേഡ് നെഗോസിയേഷൻ നടക്കുന്ന സമയത്ത് തന്നെ സൈഡിൽ കൂടെ ഒരു പ്രഷറും കൂടെ തരുവാണ്. അതായത് ഇത് ട്രംപ് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ പ്രഷർ പോളിസി. ആ ഹൈ പ്രഷർ പോളിസിയാണ് ഇന്ത്യയുടെ മേലിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് 500% താരിഫ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ലിൻഡ്സേ ഗ്രഹാമിന് കൊടുക്കേണ്ട മറുപടി നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടിയാണ്. അതായത് ഇനി റഷ്യയുടെ നിന്ന് ഓയിൽ മേടിക്കുന്നത് ഇന്ത്യയുടെ എനർജി നീഡാണ്. ഇന്ത്യയുടെ എനർജി ആവശ്യം, ഇന്ത്യയുടെ എനർജി എങ്ങനെ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത് ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിക്കും. അത് നമ്മളുടെ നേഷൻ ഇൻട്രസ്റ്റ്, നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം, ആ രാജ്യത്തിന്റെ താല്പര്യം അനുസരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി ലിൻഡ്സേ ഗ്രഹാം 500% താരിഫുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെയും ഞങ്ങൾ മറികടക്കും. അഥവാ അവർ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ മറികടക്കും. ഇന്ത്യ വിൽ പാസ് ത്രൂ ദാറ്റ് എന്നും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ ഒട്ടും അതായത് അവരുടെ 500% താരിഫിൽ കുലുങ്ങിക്കൊണ്ട് നടുങ്ങിക്കൊണ്ട് അമേരിക്കയ്ക്ക് കീഴിൽ പോയിട്ട് കുമ്പിട്ട് നിൽക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ജയശങ്കർ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നിലവിൽ ഇന്ത്യ വാങ്ങാമെന്ന് പറഞ്ഞ ആ ഒരു ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ടാലി ആവുന്നില്ല അത്രേ. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ടുള്ള പർച്ചേസിന് വേണ്ടിയിട്ട് ഇന്ത്യ പുഷ് ചെയ്യാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേരെ മറിച്ച് ഇപ്പൊ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ 500% താരിഫ് ലിൻഡ്സേ ഗ്രഹാം കൊണ്ടുവരുന്ന പറഞ്ഞാൽ അമേരിക്കയ്ക്കുള്ളിൽ
ആയുധങ്ങൾ ഒരുപാട് ഷോർട്ടേജ് ഉണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ആയുധങ്ങൾക്ക് നല്ല വിലപിടിപ്പുണ്ട്. അപ്പൊ ഇത്രയും വില കൂടിയ ആയുധങ്ങൾ ഉക്രൈനിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉക്രൈനിൽ നിന്ന് ഒരിക്കലും തിരിച്ചടവ് ഉണ്ടാവില്ല. ഉക്രൈന് കൊടുക്കുന്ന പൈസ എല്ലാം വെറുതെ വെള്ളത്തിൽ കളയുന്ന പോലെ തന്നെയാണ്. അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള നല്ല ബോധ്യമുണ്ട് ഡൊണാൾഡ് ട്രംപിന്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ രീതിയിൽ വളഞ്ഞ മൂക്കുപിടുത്തമൊക്കെ നടത്തി പല ആൾക്കാരെയും കൊണ്ട് ഉക്രൈനിലേക്ക് സഹായം ചെയ്യണമെന്ന ഒരു ഗ്ലോബൽ ടീമിനെ തയ്യാറാക്കാനുള്ള പുറപ്പാടിലാണ് ഡൊണാൾഡ് ട്രംപ്. അതായത് ഉക്രൈനിന് ഇനി അമേരിക്കയുടെ പക്കൽ നിന്ന് ഒരു ആയുധവും കൊടുക്കില്ല എന്നുള്ളത് 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ US സെനറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് വാഗ്ദാനം ഉക്രൈന് കൊടുത്താലും ശരി, ഫോൺ ത്രൂ കൊടുത്താലും അതൊക്കെ ആശ്വാസ വാക്കുകൾ മാത്രമാണ്, വെറും വാക്കാണ്. അപ്പൊ ഉക്രൈന് വേണ്ടിയിട്ട് ഇപ്പം ഇന്ത്യയും ചൈനയും ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ യൂറോപ്യൻ യൂണിയനൊക്കെ ചേർന്നുകൊണ്ട് ഇപ്പം ഉക്രൈനെ സപ്പോർട്ട് ചെയ്ത് റഷ്യക്കെതിരെ തിരിയാനുള്ള ഒരു നിലപാട് എടുക്കണം എന്നാണ് ഈ 500% താരിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് ഈ രീതിയിൽ ഒരു ഡിസ്കഷൻ അമേരിക്കയുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് വന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇന്ത്യയുടെ ട്രേഡ് നെഗോസിയേഷൻ കൂടി നടന്നുകൊണ്ട് അതും ഇതും കൂടെ ചേർത്ത് ഇന്ത്യയുടെ മേളിൽ നല്ല പ്രഷർ ഇട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഡീൽ ഇപ്പം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. ഇനി ഇന്ത്യയിലേക്ക് മടങ്ങി ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ക്വാഡ് സബ്മിറ്റിന് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെത്തും. ആ ടൈമിൽ ഇതേപോലത്തെ US കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 റെപ്രസെന്റേറ്റീവ് വരുന്നതായിരിക്കും ഇന്ത്യയിലേക്ക്. അപ്പോൾ അവർ ക്വാഡ് സബ്മിറ്റിന്റെ സൈഡ് ലൈനിൽ ഇന്ത്യൻ ടീമുമായിട്ട് ഫർദർ നെഗോസിയേഷൻ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിലവിൽ ഒരു മിനി ഡീൽ വരും 9-ാം തീയതി ഇന്ത്യക്ക് ആശ്വാസമാകാൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ട്രേഡ് ഡീൽ വരും എന്നാണ് മൊത്തത്തിൽ ഇന്ത്യയും അമേരിക്കയും തന്നെ അതാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയാണ് ഈ ട്രേഡ് ഡീൽ വരുമെന്ന് പറയുന്നത്. ഇന്ത്യ ഇതുവരെ ട്രേഡ് ഡീൽ ആയി എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇന്ത്യക്ക് അറിയാം ട്രേഡ് ഡീൽ ആയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അമേരിക്ക ഈ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ചെറിയ ഡീൽ പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പം നിലവിൽ ഇതാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന ഒരു ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇതിനകത്ത് ഒരുപാട് നൂലാമാലകളുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇത് തന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക് ആയി പോയി. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.